അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ രക്ഷിതാക്കളെ, ഗുരുനാഥന്മാരെ, സഹപാഠികളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരു കൊച്ചു പ്രസംഗം അവതരിപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ശക്തമായ മഴ പെയ്താലും കമഴ്ത്തി വെച്ച കലത്തിനകത്തിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കടക്കാറില്ല. എന്നാൽ തുറന്നു വെച്ച കലത്തിലാണെങ്കിലോ വെള്ളം നിറയും. അള്ളാഹുവിൽ നിന്നിറങ്ങുന്ന പൂമഴ എത്ര പെയ്താലും ചില ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാത്തതിന്റെ കാരണം മറ്റൊന്നല്ല. ഒരു നല്ല സ്വർണ്ണ വിളക്ക് അന്തന്റെ കയ്യിൽ കൊടുത്തിട്ട് എന്ത് കാര്യം? അള്ളാഹു പറയുന്നു, അള്ളാഹുവിൽ നിന്നിറങ്ങുന്ന പൂമഴയും പുലർ വെളിച്ചവുമാണ് വിശുദ്ധ ഖുർആൻ. വെറുതെ നനഞ്ഞു പോകാനുള്ളതല്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പകർന്നു കയറാനുള്ളതാണ്. അള്ളാഹു പറയുന്നു, ഖുർആനാണ് യഥാർത്ഥ വെളിച്ചമെന്ന്. വെളിച്ചമാണല്ലോ സത്യം. ഇരുട്ട് എന്ന് നാം വിളിക്കുന്നത് വെളിച്ചമില്ലാത്ത അവസ്ഥയാണല്ലോ. ഇസ്ലാം അല്ലാത്ത കാലത്തെ ജാഹിലിയത്ത് എന്നാണ് പറയുന്നത്. അനേകം വെളിച്ചങ്ങളുടെ നടുവിൽ നൽകുന്ന മനുഷ്യരുമായിട്ടാണ് അള്ളാഹു യഥാർത്ഥ വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞത്. എത്ര സുന്ദരമായ വസ്ത്രം ധരിച്ചാലും തെക്കുവിടത്തെ വസ്ത്രത്തെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. എത്ര വെളിച്ചം ചുറ്റുമുണ്ടെങ്കിലും യഥാർത്ഥ വെളിച്ചം ഉള്ളിലില്ലെങ്കിൽ ഹൃദയത്തിൽ ഇരുട്ട് പകരും. അള്ളാഹുവിൽ നിന്നിറങ്ങുന്ന പൂമഴ എത്ര പെയ്താലും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം. ഡോക്ടർ എഴുതി തരുന്ന ഷീറ്റ് നാം എങ്ങനെയാണ് വായിക്കാറുള്ളത്? ഒട്ടും ഇഷ്ടമില്ലാത്ത രൂപത്തിലല്ലേ? എന്നാൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ എഴുതി തരുന്ന കത്ത് നാം എങ്ങനെയാണ് വായിക്കാറുള്ളത്? വളരെ സ്നേഹത്തോടെയല്ലേ? എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അടങ്ങാത്ത ആഗ്രഹത്തോടെയും ഇഷ്ടത്തോടെയുമാണ്. സ്വഹാബികൾ എങ്ങനെയായിരുന്നു ഖുർആൻ വായിച്ചിരുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകനിൽ നിന്ന് ഞങ്ങൾക്ക് 10 ആയത്ത് ലഭിച്ചാൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ടല്ലാതെ മറ്റായത്തുകൾ ഞങ്ങൾ പഠിച്ചിരുന്നില്ല. ബയ്യയ്ക്ക് ഉദ്ധരിക്കുന്നു. അള്ളാഹു പറയുന്നു, നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ കലാം നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന്റെ സവിശേഷമായ സ്നേഹം ലഭിക്കുന്നത് ഖുർആനിന്റെ ആളുകളായവർക്കായിരിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശക്തമായ താക്കീതുണ്ട്. ഈ ഗ്രന്ഥം നമുക്ക് ഇറക്കപ്പെട്ടത് ഇതനുസരിച്ച് ജീവിക്കാനാണ്. എന്നാൽ ഇതിന്റെ പാരായണം തന്നെ ഒരു തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നു. ഒരൊറ്റക്ഷരം പോലും തെറ്റാതെ ചിലർ ഖുർആൻ ഓതുന്നു. അതവരുടെ ജീവിതത്തിൽ പകർത്താൻ അവർ മറന്നു പോവുകയും ചെയ്യുന്നു. നമ്മളിൽ ഖുർആൻ ഓതാത്തവർ വളരെ കുറവായിരിക്കും. നിത്യവും ആ ഖുർആനോട് എൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ചെല്ലുന്നുണ്ട്. എന്നിട്ടും എന്താ വെറും കൈയോടെയാണ് നാം എല്ലാവരും ഇറങ്ങിപ്പോകാറുള്ളത്. പർവ്വതങ്ങളെ പോലും പ്രകമ്പനം കൊള്ളിക്കാൻ ശക്തിയുള്ളതാണ് ഖുർആനിലെ ഓരോ വചനങ്ങളും. എന്നിട്ടും എന്താണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രകമ്പനം പോലും ഇല്ലാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുർആൻ ഇല്ലാത്ത ഹൃദയം ആൾപ്പാർപ്പിടമില്ലാത്ത വീട് പോലെയാണ്. ആൾപ്പാർപ്പിടമില്ലാത്ത വീട്ടിൽ മാറാല കെട്ടും, ചിലന്തി കൂടുകൂട്ടും, ഈ ജന്തുക്കൾ കടന്നുകൂടും. ഖുർആനിന്റെ ഹൃദയം തട്ടാത്ത ഹൃദയത്തിൽ അഴുക്കും ഇരുട്ടും തങ്ങി നിൽക്കും. അതുകൊണ്ട് നമ്മെ എല്ലാവരും ഖുർആനിന്റെ ഹൃദയം തട്ടാനും ഹൃദയത്തിൽ അത് നാഥൻ തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.